കല്യാണത്തിന് സ്വന്തം കുട്ടീനെ എടുത്തോണ്ട് നടക്കുന്ന കല്യാണം സെക്കൻഡ് ടൈം അല്ലേ? അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മളെ കല്യാണ ദിവസത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നാണ് കല്യാണ ദിവസം. ഇപ്പൊ സമയം ഏകദേശം എത്ര മണി? 6 മണി ഒക്കെ ആവാനായി. അപ്പം ഇന്നത്തെ ഒരു വെഡിങ് വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് വെഡിങ്. അത് ഗുരുവായൂരിൽ നിന്ന്. അത് കുഞ്ഞിന്റെ ചോറൂടിന്റെ കൂടെ. അപ്പം അച്ഛന്റെ കല്യാണം കാണാൻ, അച്ഛന്റെ അമ്മേന്റെ കല്യാണം കാണാൻ ആളിപ്പോ രാവിലെ ഇടിയിച്ചിട്ടുണ്ട്. മേക്കപ്പ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഉള്ളിലൊക്കെ കാണിച്ചെടുക്കല്ലോ. ഇവിടെ മേക്കപ്പ് ചേച്ചിമാരാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. എന്നെ സുന്ദരിയാട്ടോ. അപ്പൊ നമ്മള് മേക്കപ്പ് തുടങ്ങാൻ പോണ്. മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഏകദേശം ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബബ്ലൂസ് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ കണ്ടപ്പോ ബബ്ലൂസ് എണീച്ച് ഭയങ്കര അതിശയത്തിൽ നോക്ക. എന്താ ഇവിടെ ഒരു ആളും ബഹളമൊക്കെ. സാധാരണ രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്തായാലും ഞാൻ എന്റെ പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഓക്കെ. അപ്പോൾ എനിക്ക് വരുന്ന തരത്തിൽ ത്രെഡ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചിമാർ എന്നെ ചെയ്ത് തന്നിട്ടോ. അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു കാര്യമായി. കാരണം ഞാൻ ആലോചിച്ചു, അയ്യോ ത്രെഡ് ചെയ്യാൻ മറന്നുപോയല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വളകാപ്പിന് ചെയ്ത പോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പും പിന്നെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് വേഗം ഇഡ്ഡലി കഴിക്കുകയാണ്. ഇതാ ബബൂസ് ഇവിടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഇതാ എൻ്റെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫീഡിങ്ങിനും കാര്യത്തിനൊക്കെ പോകുമ്പോൾ അതിനൊക്കെ എന്താ പറയുക നല്ല ഇതിൽ നിന്നിട്ട് എന്താ പറയുക എല്ലാത്തിനും നല്ല സൗകര്യമായിരുന്നു. എനിക്ക് ഈ ചേച്ചിമാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ദാ ഒരാൾ കയറിയിരിക്കുന്നത് കണ്ടോ? അവിടെ എവിടെ പോയി? ദാ ഇവിടെ കണ്ടു. എനിക്കും ഹെയറും ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഈ ചേച്ചിയാണ് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തത്. നമ്മുടെ മേക്കപ്പിന്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ പേര് സവിത ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് പറയൂ. ഏഞ്ചൽ. ഞാൻ ഇപ്പോഴാട്ടോ പേര് ചോദിക്കുന്നത് ചേച്ചിനെ. സോറി. എന്തായാലും ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കാരണം വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മോർണിംഗ് എന്താ പറയുക ഒരു ട്രാവലറിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടാ പോകുന്നത്? കല്യാണം കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക മോനെ കൂട്ടിയിട്ട്. അപ്പം മണ്ഡപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ക്യാമറ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യിപ്പിക്കാം. അപ്പം കല്യാണത്തിന് മുന്നിൽ കയറാൻ പോവാണ്. കുറച്ച് പേപ്പറും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ ബുക്ക് ചെയ്താ. പേപ്പർ എവിടെ? അവൻ നേരെ ഉള്ളിൽ കയറി. ആളും ബഹളവും ചൂടും ഒക്കെ ആയിട്ട് ബബ്ലൂസിന് ആകെ ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് ഉറക്കം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കുറച്ച്. അപ്പോൾ കുറച്ച് പശുവും പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇങ്ങനെ എന്താ പറയുക സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇത്ര പേരെ വെച്ചിട്ട് കയറ്റി അവിടെ ഇരുത്തും. പെട്ടെന്ന് പാലെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ പാല് കുടിക്കുന്നുണ്ട്. പാല് കുടിക്കാണ്. ഞാൻ പാല് കുടിച്ചിരിക്കുന്നു. കല്യാണത്തിന് സ്വന്തം കുട്ടീനെ എടുത്തോണ്ട് നടക്കുന്ന കല്യാണം. അടുത്തേക്ക് നമുക്ക് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നല്ലേ.
ഒരു കല്യാണം കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണോ ദാഹം കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ബബ്ലൂസിന് ചൂടെടുത്തിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീശി കൊടുത്തോണ്ടിരിക്കുകയാണ്. കല്യാണ സമയത്തും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കേറുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള നിമിഷമാണ്. നമ്മളിത് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മണ്ഡപത്തിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്താമെന്ന്. പക്ഷെ കൊറോണ കാരണം നമുക്ക് കല്യാണത്തിന്, നമ്മളെ ശരിക്കുള്ള കല്യാണത്തിന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നേർച്ച കഴിക്കലാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നേർച്ച കഴിക്കല താലി കെട്ടുമോ എന്നുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു അവരോട്, എല്ലാം ചോദിച്ചിട്ട് ഒക്കെ റെഡി ആക്കിയിട്ടാണ് ചെയ്തത്. ഇപ്പം ഞാൻ പറയുകയാണ് ഇങ്ങനെ നേർച്ച കഴിക്കാനാണ് കേട്ടോ എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പറയുകയാണ് അവരോട്. അപ്പോൾ അവിടുത്തെ നമ്പൂരിയാണ് പറഞ്ഞത് ഒന്നും കൂടി താലി കെട്ടാം. അതിനപ്പം മൂപ്പരാത് അവിടെ നിന്ന് പൂജിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാട്ടോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആൾക്കാർ വേണം എന്നുള്ളതും പിന്നെ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു 500 റുപ്പീസും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി നമ്പൂതിരിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഓരോന്നും ഇങ്ങനെ പറയുന്നത് എനിക്ക് തന്നെ ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷനായിരുന്നു. ഒരാള് ഇത് തൊടുന്ന കണ്ടോ, ചന്ദനം തൊടുന്ന കണ്ടോ ഗൈസ്, ആ കൈ എങ്ങനെ വെച്ചോ നോക്ക്. എനിക്കത് എന്തോ ആ കൈക്ക് എന്തോ ഒരു ബലക്കുറവ് പോലെ. അപ്പൊ അതിനൊക്കെ നമ്പൂതിരി പറയാ, നീ എടുക്ക്, നീ അത് ചെയ്ത് കൊടുക്ക് എന്നൊക്കെ പറയാനൊക്കെ. നല്ലോണം തൊട്ട് കൊടുത്തേക്കുന്നൊക്കെ അങ്ങ് കൊടുക്ക് കുമാരേട്ടാ. അങ്ങനെയായിരുന്നു ആ സമയത്ത്. മാത്രമല്ല ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടാവും. ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ കല്യാണത്തിനേക്കാളും ടെൻഷൻ ഇതിനായിരുന്നു കേട്ടോ. അതെ അതെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊട്ടിമേളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവര്. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ചുറ്റുഭാഗോ ഓരോ കല്യാണം. അവിടെ കല്യാണം കാണാൻ അവിടെ 3 മണ്ഡപം ഉണ്ട്. 2 മണ്ഡപത്തിൽ കല്യാണം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ അവർ താലി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവർ താലിയിലും സിന്ദൂരം തൊട്ടു. എന്നിട്ട് ചടങ്ങ് നടത്താന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് താലി കെട്ടാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതാ ആ നിമിഷം അല്ലേ, നല്ല ടെൻഷൻ അടിച്ചൊരു നിമിഷമായിരുന്നു. പിന്നെയും കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എൻ്റെ സ്വപ്നത്തിലുള്ള ആ കൊട്ടിമേളോ ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കല്യാണം എൻ്റെ സ്വപ്നത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഗുരുവായൂരപ്പന് മുന്നിൽ തന്നെ വെച്ച് നടത്താൻ പറ്റി. ഏറ്റവും പ്രത്യേകം എന്ന് വെച്ചാൽ സ്വന്തം മകന്റെ മുന്നിൽ വെച്ചിട്ട്
അതെ, അപ്പോൾ ഇത് നേർച്ച കഴിക്കലാണ്. അത് ഒത്തിരി പേര് ചോദിച്ചു എന്താ രണ്ടാമതൊരു കല്യാണം വെറുതെ ഒരു രസത്തിനാണെന്നോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചൊരു നേർച്ചയാണ്. അപ്പോൾ നേർച്ച കഴിക്കണം എന്നുള്ളത് ഞങ്ങൾ പണിക്കരെ നോക്കിച്ചപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തിയിട്ടോ. അതാണ് സംഭവം കൃത്യമായി പറഞ്ഞാൽ. ഇപ്പതാ ഒരാള് സിന്ദൂരം തൊടുന്ന സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അന്നേരം തൊട്ട് അതേ അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് ഞാൻ കൊറേ എടുത്ത് നെറ്റിയിൽ അങ്ങോട്ട് തേച്ചിരുന്നു. അങ്ങ് അറ്റം വരെ തേച്ച് വന്നിട്ടുണ്ട്. നമ്പൂരി പറഞ്ഞെന്താ വെച്ചാലോ, അവളുടെ മുഖത്തായാലും കുഴപ്പമില്ല, നീ കൊറേ എടുത്തങ്ങ് തേക്കുന്ന അങ്ങ് തേക്കി. എന്തായാലും നല്ല അടിപൊളി നമ്പൂതിരായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ ഫുള്ള് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ നമ്മുടെ കുട്ടിമേളക്കാരല്ലേ. അപ്പൊ ഇതാ നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി ദക്ഷിണ കൊടുക്കലാണ്. ഞാൻ ആദ്യം ആലോചിച്ച് വെച്ചിരുന്നു, അതുകൊണ്ട് നല്ലോണം എടുത്തു വെച്ചിരുന്നു പൈസയൊക്കെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വെച്ച് നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരെ കണ്ടു. ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിച്ചു. ബബ്ലൂസ് അതാ നല്ല കരച്ചില്. അവന് ആളും ബഹളവും ചൂടൊക്കെ. പക്ഷെ അവൻ കല്യാണത്തിന്റെ സമയത്ത് തീരെ കരഞ്ഞില്ല കേട്ടോ. അതെ നമ്മള് പിന്നെ ഞാനൊക്കെ അത് പിന്നെ വീഡിയോ വെച്ചിട്ടായിരുന്നു കണ്ടപ്പോ ആണ് അറിഞ്ഞത് ബബ്ലൂസ് കരഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ചൂട്, ബഹളം, പിന്നെ വിശപ്പ്. അവന് മറ്റേ പാല് കൊടുത്ത് അവൻ കുടിച്ചതും ഇല്ല. അപ്പൊ ആകെ ഒരു ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ചോറൂണ് കൊടുത്തിട്ട് ഇതാ കണ്ണൊക്കെ തിരുമ്പുന്നുണ്ടോ, നല്ല ഉറക്കമുണ്ട്. അതാണ് മൂപ്പർക്ക് മെയിനായിട്ട്. ഈ സമയത്തൊക്കെ അവൻ നല്ലോണം ഉറങ്ങുന്നതല്ലേ, ഒരു 11 മണിക്കൊക്കെ അവൻ നല്ലോണം ഉറങ്ങുന്ന ഒരു ടൈമാണ്. ആ സമയത്തായിരുന്നു കല്യാണവും. അവൻ കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടോ. ഇതാ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് സത്യമായിട്ടും. അത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഗുരുവായൂരപ്പന്റെ അങ്ങനെ നേരത്തെ കഴിക്കാൻ പറ്റും. പിന്നെയും നമ്മൾ അറിയുന്ന ഒരാളെ കണ്ടുട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ നമ്മളെ പിന്നെ എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ കണ്ടിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അതെ, പക്ഷെ അവർക്ക് എല്ലാവർക്കും വന്ന് സംസാരിക്കായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി സന്തോഷമായേനെ. ഇപ്പൊ തന്നെ ഒത്തിരി സന്തോഷമായി. കുറെ പേരൊക്കെ വന്ന് സംസാരിച്ചപ്പോ അതേപോലെ തന്നെ കുറെ മെസ്സേജും കിട്ടി. ഇതാ അപ്പോ നമ്മുടെ ഫാമിലി ഫോട്ടോ ടൈമാണ്. അപ്പൂസിന്റെ ഫാമിലി എല്ലാരും ആണ് ഈ കാണുന്ന എല്ലാരും. മാല പിച്ച് അത് കിട്ടിയപ്പോ അത് വായലിടാൻ നോക്കിയിരുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് അയ്യോ ഇവ തുളസിമാല വായലിട്ടോണ്ടിരിക്കണോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നേരത്തെ നമ്മളോട് സംസാരിച്ച് പോയതാണ്. പക്ഷെ അവര് തിരിച്ചു വന്ന് വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു അല്ലേ. ഭയങ്കര സന്തോഷം അവരെല്ലാരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോ. അതെ, മക്കളും എല്ലാരും ഉണ്ടായിരുന്നു, കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ. ആ വീഡിയോ കണ്ടറിയാം, താലി കിട്ടുമ്പോ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടിയുടെ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ടൊന്നും കഴിഞ്ഞു. ഇനി അടുത്ത എന്താ വെച്ചാല് ബബ്ലൂസിന്റെ ചോറൂണാണ്, പോവാണ്. നിങ്ങൾ അടുത്ത വീഡിയോയിലേക്കും കാണാം. അപ്പം അതെ, അടുത്ത വീഡിയോയിൽ ചോറൂണിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അതിലേക്ക് കാണാം അടുത്ത ദിവസം. അപ്പം